എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെനിക്ക് ആദ്യം പറയാനുള്ളത് വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളുടെ എല്ലാവരുടെയും കരളെല്ലാം ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ തരം കറി ഉണ്ടാക്കുവാണ്. അതിനെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചീനിച്ചട്ടി വെച്ചു ഗ്യാസേൽ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. എണ്ണ ചൂടായി. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് മൂത്തോളും. ഒന്നൊന്ന് മൂത്തോട്ടെ. ജീരകവും കടുകും നല്ലപോലെ മൂത്തു. നമ്മളെ വെളുത്തുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടതേ അതിനെയും കൂടി ഇതിനകത്തോട്ടുണ്ട്. ഇതിനകത്തൊന്ന് ഇട്ടേ. ഒരു പിടി കറിവേപ്പില ഇട്ടു. ഒരു 3 സവാള പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടു. 4 എരിവുള്ള പച്ചമുളക് നീളത്തിൽ മുറിച്ചത് അതിനെയും കൂടി ഇട്ടു. എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് വഴനാനായിട്ട് നമുക്ക് 1/2 സ്പൂൺ ഉപ്പ് പാകത്തിന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് നല്ലതായിട്ട് വഴന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനെയും കൂടി ഇട്ട് നമുക്കൊന്ന് പാകത്തിനൊന്ന് ഇളക്കി എടുത്തിട്ട് രവാക്കി കാണിച്ചു തരാം. 2 ചെറിയ തക്കാളിനെയും കൂടെ നണ്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിനെയും കൂടി ഇട്ടു. ഇതാണ് ചൗച്ചോ. ഇതിനെയും കൊണ്ട് ഞാൻ നേരത്തെ ഒരിക്കലൊന്നും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. മിനറൽസും വിറ്റാമിൻസും ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിനെ ഒരു പ്രത്യേകതരം കറി ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടൊക്കെ കിടക്കുമ്പോഴും വല്ല അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ചെറുപയറിൻ്റെ പരിപ്പില്ലേ, അത് നമുക്ക് കറി വെച്ച് കഴിക്കണമെന്നൊക്കെ ഡോക്ടർമാർ പോലും പറയാറുണ്ട്. ഇതും രണ്ടും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ലിവർ സംബന്ധമായുള്ള പ്രോബ്ലം വരെ മാറ്റിത്തരാനുള്ള കഴിവ് ഈ ചോച്ചോയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടിനെയും വെച്ച് ഞാനൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. ചോച്ചോ എടുത്തിട്ടേ അതിൻ്റെ തൊലി ഒന്ന് കളയണം. എന്നിട്ട് മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു 150 ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പും കൂടെ എടുക്കണം. ഞാൻ വേണ്ടി ഇതേപോലെ അരിഞ്ഞെടുത്ത് കണ്ടോ. എന്നിട്ട് ഞാൻ അതിനെ ഒരു കുക്കർ എടുത്തു. കുക്കറിലോട്ട് നമുക്കിതിനെ ഇടുവാണേ. 150 ഗ്രാം പരിപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ചെറുപയറിൻ്റെ പരിപ്പ്. അതിനെയും കൂടെ ഞാൻ ഇതിലിടുവാണേ. ഇതുണ്ട് വെള്ളം കണ്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കിടക്കണം. വെള്ളം മേളിലും ഇതൊന്ന് മൂടി കിടക്കണം കണ്ടോ. 1/2 സ്പൂൺ ഉപ്പും കൂടെ നമുക്കിടാം. പിന്നെ നമുക്ക് മസാലയൊക്കെ ഇടുമ്പം ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കുക്കറിനകത്തിലോട്ട് ഇതിനിട്ട് അടച്ചതിന് ശേഷം ഗ്യാസമ്മ വെച്ച് 3 വിസിൽ കേൾക്കണം. മീഡിയത്തിലിട്ടിട്ട് കേട്ടോ. നന്നായിട്ട് വേവിച്ചു. 3 സ്റ്റീം വിസിൽ ഞാൻ കേൾപ്പിച്ചു. എന്നിട്ട് കണ്ടോ പരിപ്പ് കണ്ടോ, കാണാനേ ഇല്ല കണ്ടോ. അതിനകത്തിലെ ചോച്ച മാത്രമേ കിടപ്പുള്ളൂ കണ്ടോ. എന്നിട്ട് നമ്മൾ അതിനെ ഇച്ചിരി വെള്ളം വേണമല്ലോ കറിക്ക്. എന്നിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കുക. എന്നിട്ട് ഇളക്കി പാകത്തിന് ഉപ്പും നോക്കുക. എന്നിട്ട് നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. കറി റെഡിയായി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഞാനൊരു പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നു, ഈ കറിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി കഴിച്ചാൽ എപ്പോഴും ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും. അതിൻ്റെ പേരിൽ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ടെങ്കിലും എന്നെ ഒന്ന് വിലയേറിയ അഭിപ്രായം ഒന്ന് അറിയിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഇനിയും വീണ്ടും കാണുന്നിടം വരെയും ടാറ്റാ.